ചിലരുടെയൊക്കെ ചില നന്മയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നാം അവരെ വിളിക്കാറുള്ളൊരു പേരുണ്ട്, മനുഷ്യസ്നേഹി എന്നുള്ളത്. അവൻ മനുഷ്യസ്നേഹിയാണ്, അവൾ മനുഷ്യസ്നേഹിയാണ് എന്ന അഭിസംബോധന നന്മയുള്ള ഒന്നാണ്. എന്താണ്, ആരാണ് മനുഷ്യസ്നേഹി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു നിർവചനം കൊടുക്കുവാൻ സാധിക്കുക മറ്റുള്ളവരിൽ അവനവനെ തന്നെ കാണുന്നവനാണ് മനുഷ്യസ്നേഹി എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ അവനവനെ തന്നെ കാണുക, മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ സ്വന്തം ദുഃഖങ്ങളായി ഏറ്റെടുക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ സ്വന്തം പ്രശ്നങ്ങളായി ഏറ്റെടുക്കുക, എന്നിട്ട് ആത്മാർത്ഥതയോടെ ചേർന്ന് നിന്ന് അത് പരിഹരിക്കുവാൻ, അതില്ലാതാക്കുവാനായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഫലമുണ്ടാകുമ്പോൾ അവനെ നമ്മൾ വിളിക്കും അവനൊരു മനുഷ്യസ്നേഹിയാണ്, അല്ലെങ്കിൽ അവളെ നമ്മൾ വിളിക്കും അവളൊരു മനുഷ്യസ്നേഹിയാണ് എന്നുള്ളതാണ്. മനുഷ്യരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ചിലപ്പോഴെങ്കിലും ചില നന്മയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ അത് വാക്കുകളിലൂടെയാകാം, സ്പർശനത്തിലൂടെയാകാം, ചേർത്ത് പിടിക്കലിലൂടെയാകാം, ചില നന്മയുള്ള പ്രവർത്തനങ്ങളിലൂടെയാകാം, ചില അനുഭവങ്ങൾ ഒരുക്കുന്നതിലൂടെയാകാം. ഏതായാലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു മനുഷ്യ സ്നേഹമുണ്ടാകട്ടെ. ആ മനുഷ്യ സ്നേഹമാണ് പിന്നീട് ദൈവികമായ ഒന്നായി മാറുന്നത്. മനുഷ്യരിൽ ദൈവമുണ്ടാകട്ടെ. മനുഷ്യസ്നേഹിയായി മാറാൻ നമുക്ക് നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ഈ ദിനം നന്മ ചെയ്യുവാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത്. നേരുന്നു ശുഭദിനം.